കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ജിയാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. ജിയാങ് ഒരു റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുന്നു. ഇപ്പൊ തന്നെ ജോലിക്ക് നിൽക്കുന്ന ജിയാങ്ങിന് അർജന്റായി അവളുടെ നെയ്ബറിന്റെ ഫോൺ കോൾ വരുന്നുണ്ട്. അവളുടെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ആരും അവിടെ അതിക്രമിച്ച് കയറി എന്നൊക്കെ പറഞ്ഞ് കോൾ വരുമ്പോൾ ജിയാങ് വേഗം ടെൻഷൻ ആവുന്നുണ്ട്. അവൾ ജോലി സ്ഥലത്ത് ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് വീട്ടിലേക്ക് വേഗം പുറപ്പെടുന്നു. അതേസമയം ആ നാട്ടിലെ ഏറ്റവും സമ്പന്നമായ ബിസിനസ് കുടുംബം ലൂ ഗ്രൂപ്പാണ്. അവിടുത്തെ തലമൂത്ത മുത്തശ്ശിയാണ് നമ്മൾ ഈ കാണുന്നത്. മുത്തശ്ശി അവരുടെ മകളുടെയും ചെറുമകളുടെയും ഫോട്ടോ നോക്കി ആകെ വിഷമത്തിലിരിക്കുന്നു. ആ പെൻഡന്റിനകത്തുള്ളത് മുത്തശ്ശിയുടെ ചെറുമകളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശിയുടെ മകളുടെ ഫോട്ടോ ആണ്. നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് നഷ്ടപ്പെട്ടു, എന്റെ കൊച്ചുമകളെ എനിക്കിതുവരെ കണ്ടെത്താനും സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശി ഭയങ്കരമായി ഇമോഷണൽ ആയിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് 3 പേര് വരുന്നത്. അവരും മുത്തശ്ശിയുടെ കൊച്ചുമക്കളുടെ സ്ഥാനത്തുള്ളവർ തന്നെയാണ്. മുത്തശ്ശി അവരെ ദത്തെടുത്ത് വളർത്തിയതാണ്. ഇപ്പോ ലൂ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ നോക്കുന്ന യുവതലമുറ അവരാണ്. ഒന്നാമന്റെ പേര് ലൂ എന്നും മറ്റുള്ള 2 പേരുടെ പേര് ഹാൻ എന്നും ഷാൻ എന്നുമാണ്. മുത്തശ്ശി അവരോട് തന്റെ പേരക്കുട്ടിയെ കണ്ടുപിടിക്കാനായുള്ള കാര്യങ്ങൾ ചെയ്യാനായി പറഞ്ഞിരുന്നു. അതിനെപ്പറ്റിയുള്ള അപ്ഡേഷൻസ് ചോദിക്കുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി.